ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഏപ്രിൽ 23 എടുത്ത വീഡിയോ ആണിത്. ചില സാങ്കേതിക വൈകാരിക കാരണങ്ങൾ വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനും ടൈം എടുത്തു. എനിവേ, കം ടു ദി പോയിന്റ്. ഇന്ന് ആമിക്കുട്ടിയുടെ ശ്രീജിൽ വില്ലേജിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഷീ വാണ്ട്സ് ടു സർപ്രൈസ് ഹിം. അതിനുവേണ്ടി നമ്മളിവിടെ കടലുണ്ടില്ല നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോവുകയാണ്. കുട്ടിയുടെ വെല്ലിച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഹബ്ബിയാണ്, ബട്ട് ഹീ ഈസ് മൈ ബ്രദർ. ആളിവിടെ കാലിക്കറ്റ് വർക്ക് ചെയ്യുകയാണ്. ബൈ ബർത്ത് TVM ആണ്. ലൈവിൽ വരുന്ന എല്ലാവർക്കും കലങ്ങൂട്ടോ. ഞാൻ സ്ഥിരം പറയുന്ന TVM കണക്ഷൻ ബൈ കം ടു ദി പോയിന്റ്. ഹീ ഈസ് നൗ അറ്റ് കടലുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന പോക്കിൽ നമുക്കൊരു സ്ഥലത്ത് കയറാനും ഉണ്ട്. പിള്ളേർ രണ്ട് നല്ല ത്രില്ലിലാണ്. ബാക്കിലേക്ക് നോക്കിയിട്ട് നല്ല കോറസൊക്കെ പാടുന്നുണ്ട്. അടിപൊളി ഗാനങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പാരഡി ഗാനങ്ങളാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചാണ് ജമ്പനും തുമ്പനും. അവർ നമ്മൾ ചേരുകയാണെങ്കിൽ അടിപൊളി വൈബാണ്. ഗാനമേള ഒന്നുമല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ പരപ്പനങ്ങാടി എത്തി ഗൈസ്. വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പരപ്പനങ്ങാടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് അറിയിക്കണേ നമ്മൾ പരപ്പനങ്ങാടിക്കാരാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതാകുമ്പോൾ വലിയ സീനില്ലല്ലോ. അങ്ങനെ വേഗം നമ്മൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ളൊരവസ്ഥ എന്താ പറയുക, നമ്മൾ എന്തിനാണ് വന്നത് നമ്മൾ മറന്നു പോകും. എങ്ങനെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ അങ്ങനെ കളഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ടോപ്പൊക്കെ കണ്ടപ്പോൾ ടോപ്പൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ഞാൻ കച്ചറായി നടക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ കച്ചറകൾ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നത്. ഇവരെന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ കാരണത്താൽ തന്നെ ഇരിക്കാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ ജമ്പനും തുമ്പനും കൂടി കോണി കയറി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചെയ്യുന്ന പണിയാണ് ഭയങ്കര. ഇവിടെ ഇങ്ങനെ നടന്നിട്ട് ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് പതുക്കെ അൺബോക്സ് ചെയ്യുന്നു, അടിച്ച് നോക്കുന്നു. എന്താ അല്ലേ, ഇതാണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് നോക്കുന്ന തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ കണ്ടതേയില്ല. അങ്ങനെ ഞാൻ ആ കുപ്പിയൊക്കെ വാങ്ങി വെച്ച് ഒന്നിനെടുത്ത് കൈ പിടിച്ചു, മറ്റേതിനെടുത്തിട്ട് അർജുനും കൈ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കടയിൽ കയറിയാൽ നമ്മളൊന്ന് നോക്കുമല്ലോ നമുക്ക് പറ്റിയ ഐറ്റംസൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ അവിടെ ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലൻ എൻ്റെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അലനും ആമയും കട്ട കമ്പനിയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയല്ല, നമ്മൾ കടലുണ്ടിയിലേക്ക് പോവുകയാണ്. നല്ല ഫീലിംഗ് ഗുഡ് അറ്റ്മോസ്ഫിയർ പ്ലേസാണ് കേട്ടോ ഇവിടെ കടലുണ്ടിയുള്ള കസിൻ്റെ വീട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. ക്ലൈമറ്റ് എപ്പോഴും ഒരു മൂടിക്കെട്ടലാകും. മിക്കവാറും മഴയും കിട്ടലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ ഈ എന്താ പറയുക പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടേക്ക് ഫോൺ തിരിച്ചാലും നല്ല ഗ്രീനറി ആയിട്ടുള്ള വിഷ്വൽസാണ്. കൂടാതെ അവിടെ വീട്ടിലൊരു കുളം ഉണ്ടായിരുന്നു. അതിനകത്ത് മീനൊക്കെ പണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ അലൻ്റെ അച്ഛൻ ചോദിക്കുകയും ചെയ്തത് വല്ല ഹൈ റേഞ്ച് ആണോ, അടിപൊളി സ്ഥലമാണല്ലോ എന്നുള്ളത്. അപ്പോൾ അവരും ഇങ്ങനത്തെ ഒരു സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ചേച്ചി ഉണ്ടാവാറില്ല. ചേച്ചി വർക്കിന് പോകുന്ന ആളാണ്. അതുപോലെ തന്നെ ഏട്ടനും വർക്കിന് പോകുന്ന ആളാണ്. പിന്നെ 23 എന്ന് പറയുന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കസിനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബർത്ത്ഡേ ബോയ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. ആമിക്കുട്ടീനെ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുരുത്തക്കേട് അൺലിമിറ്റഡ് ആയതുകൊണ്ട് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ആമിക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീജിൽ വില്ലേജിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ആക്ച്വലി ഈ വരവിന് ഇത്രയും ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ആമിക്കുട്ടിയുടെ ഹാപ്പിനെസ് നോക്കിയിട്ട് ഓടി വന്നതാണ്. പിന്നെ ഇവിടെ എല്ലാവരും കൂടി ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട് ആമിക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടി കിടന്ന് ഓടുന്നുണ്ട്. തുമ്പിയുണ്ട്, പൊന്നുണ്ട്. പിന്നെ നമ്മളെ കൂടെ അലനും അർജുനും ലൈനും ഉണ്ട് കേട്ടോ. അവരെ കൂടെയാണ് നമ്മൾ വന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഫുട്ബോൾ കളി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ പ്രകൃതിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. കുളം ഉണ്ട് നല്ല, അതാണ് ഈ പായൽ മൂടി കിടക്കുന്നതാണ് കുളം. പിന്നെ അപ്പുറത്ത് കുറച്ച് ചെങ്കല്ലിൻ്റെ പൊടിയൊക്കെ കാണുന്നുണ്ട്. മേ ബി അവിടെ വീട് പണിയൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ ഹരിതാപമാണ് മൊത്തത്തിൽ. പിന്നെ ഇതാണ് നമ്മുടെ പൂമ്പാറ്റച്ചെടി എന്ന് പറയുന്നത്. ഒരു സീസണിൽ ഇവിടെ ഒരു മരത്തിൽ നിറയെ പൂമ്പാറ്റകളായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്രയും ക്രൂരമായ കഥ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. നിറയെ പുഴുക്കളാണ് ഗൈസ്, നിറയെ പുഴുക്കളാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. എനിക്കിതിനെ കണ്ടായിരിക്കും. അങ്ങനെ പണ്ട് എവിടെയോ പോയി തോന്നുന്നവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തപ്പുന്നുണ്ട് കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട്. അങ്ങനെ ഇവിടെ തെച്ചിയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ് ഇവിടെ മൊത്തത്തിൽ. അങ്ങനെ ഈ കളിയുടെ ഇടയിൽ കൂടി ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ആമിക്കുട്ടിയാണെങ്കിലും അടങ്ങിയിരിക്കുന്നില്ല, ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ചിരിപ്പിച്ചും ഒരുപാട് ചിന്തിപ്പിച്ചിട്ട് ഒരു ദിവസം കൂടി കടന്നു പോയി. ആ ഒരു ദിവസം ഇതായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമിക്കുട്ടി അർജുൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.